ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ടെറഡ് എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യുന്ന ആ ഒരു വ്യക്തി മറ്റൊരാളോട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണാൻ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ടൈംലെസ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അപ്പോൾ ഇത് എപ്പോഴാണോ നിങ്ങൾ കാണാൻ എത്തുന്നത് അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം ഡെലിവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ആരോ ഒരാൾ സംസാരിക്കുന്നുണ്ട് എന്നൊരു എനർജി നിങ്ങൾക്ക് തോന്നുന്നത് കൊണ്ടാണ് നിങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അത് മോശമായിട്ടാണോ നല്ലതാണോ എന്ന് നമുക്ക് റീഡിങ്ങിലൂടെ നോക്കാം. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നറിഞ്ഞാൽ തീർച്ചയായും നിങ്ങളെ അത്ഭുതപ്പെടുത്താൻ സാധ്യതയുണ്ട്. കാരണം യൂണിവേഴ്സ് അങ്ങനെ ഒരു വൈബ്രേഷനാണ് ഇന്ന് എന്നെ ഫീൽ ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ വീഡിയോയിലോ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയമുള്ള വ്യക്തി ആരാണോ അവരെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കൂ. അവരുടെ എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന ഒരു വ്യക്തമായ ധാരണ ലഭിക്കും. ഹെർമിറ്റ് കാർഡാണ് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുമോ എന്ന ഒരു ഭയമുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ വഴികാട്ടി എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മുമ്പ് നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നിരിക്കാം, പാർട്ട്നേഴ്സ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ പ്രസൻ്റ്ലി നിങ്ങളുമായിട്ട് ബന്ധം ഈ പേഴ്സൺ ഉണ്ടായിരിക്കാം. വളരെയധികം നിങ്ങൾ എൻജോയ് ചെയ്തിരുന്ന, വളരെയധികം നിങ്ങൾ കമ്പനി ആയിരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഈ 3 ഓഫ് കപ്സ് എനർജിയിൽ നിന്ന് തന്നെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്നത് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസോ മൂന്നാമതൊരു സാഹചര്യമോ വന്നതുകൊണ്ടുള്ള ഒരു ചെറിയ പ്രശ്നം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട്. പുറമേ ഹെർമിറ്റ് എനർജി വളരെ ശാന്തമായി സന്തോഷമായി എല്ലാവരെയും കാണിക്കുന്നുണ്ട്. തൻ്റെ ഇമോഷൻസ് എല്ലാം നിയന്ത്രണത്തിലാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. പെരുമാറ്റങ്ങളെല്ലാം വളരെ ഭവ്യതയോടെ വെക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന രീതിയിൽ അഭിനയിക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ട്. അതായത് എനിക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ കിട്ടിയ കാർഡ് കണ്ടോ, 6 ഓഫ് കപ്സ് ആണ്. അതായത് പണ്ടത്തെ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക, പണ്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രസൻ്റ്ലിയും ഓർത്തുകൊണ്ടിരിക്കുക. നിങ്ങളിൽ നിന്ന് എന്തോ ആവശ്യമോ ഓപ്പർച്യൂണിറ്റിയോ അവർക്ക് വേണമെന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ അവർ ഇരിക്കുന്ന ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് അവരെ പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന രീതിയിലുള്ള ഒരു വിശ്വാസം, അങ്ങനെയൊക്കെയാണ് മനസ്സിലാവുന്നത് നിങ്ങളെക്കുറിച്ച്. ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. അവർ പുറത്തത് കൂടുതലായി സമ്മതിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു സന്തോഷമായിട്ടുള്ള മൊമെൻറ്റും ആ ഒരു നെസ്റ്റാൾജിക് എനർജിയും, അതായത് പണ്ടത്തെ എനർജിയും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളോട് പോസിറ്റീവായിട്ടിരിക്കാം, നിങ്ങളോട് നെഗറ്റീവായിരിക്കും, നിങ്ങൾ മിസ് ചെയ്യുന്നതോ ആരോ ആകട്ടെ, പക്ഷെ ഈ വ്യക്തി മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവനെക്കുറിച്ച് അല്ലെങ്കിൽ അവളെക്കുറിച്ച് വളരെ കൗതുകത്തോടു കൂടി, വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി സംസാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റുന്ന അവരുടെ മുന്നിലുള്ള ഓരോ വ്യക്തികളുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടിത്തം അല്ലെങ്കിൽ ആ ഒരു ഇന്നർ ചൈൽഡിനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ല. പല ആൾക്കാരെ പരിചയമുണ്ട്. പക്ഷെ നിങ്ങളിൽ കണ്ട സമാധാനം, കരുതൽ അല്ലെങ്കിൽ മനസ്സിലാക്കൽ
അതൊന്നും അവർക്ക് മറ്റൊരാളിൽ നിന്ന് ലഭിക്കുന്നേയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കണ്ട എന്ന് വിചാരിച്ചാലും ഉള്ളിൽ വികാരമുണ്ടെങ്കിലും അത് ഒളിപ്പിച്ചു വെക്കണം എന്ന് അവർ ചിന്തിച്ചാൽ പോലും അവരെ കൊണ്ടത് സാധിക്കുന്നില്ല. പറഞ്ഞു വരുമ്പോൾ എവിടെയൊക്കെയോ നിങ്ങളുടെ പേര് അവിടെ വീണു പോകുന്നു, എവിടെയൊക്കെയോ നിങ്ങളെ അവസാനം പറഞ്ഞു തീരുമ്പോഴത്തേക്ക് നിങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് തീരുന്ന ഒരു എനർജിയിലേക്ക് അവർ പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ അവർക്ക് ഡീപ്പായിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നടന്ന ഒരു സംഭവം, നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന ഒരു സംഭവം, ആ ഒരു സംഭവത്തിൽ ഇപ്പോഴും അവരുടെ മനസ്സ് സ്റ്റക്കാണ്, അവിടെ തന്നെയാണ് കിടക്കുന്നത്. മേ ബി ഫിസിക്കലായിട്ടുള്ള കണക്ഷൻ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വഴക്കാണോ, വാട്ട് എവർ ഇറ്റ് ഇസ്. പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ, അതായത് നിങ്ങളുടെ പേഴ്സണിന് ഒരു സ്റ്റാഗ്നേഷൻ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് വന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു സംഭവം നിങ്ങളുടെ തമ്മിൽ നടന്നിട്ടുണ്ട്. ആ നടന്നിട്ടുള്ളതിന് ശേഷം ആ ഒരു പെർട്ടിക്കുലർ സംഭവത്തിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല, അവർ സ്റ്റക്കായി നിൽക്കുകയാണ്. മേ ബി അതൊരു തെറ്റിദ്ധാരണയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞില്ല എന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ പറഞ്ഞ ആ ഒരു സമയത്തിന് നിങ്ങൾ എത്തിച്ചേർന്നില്ലെന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളും അവരും നടത്തിയ സംഭാഷണത്തിൽ നിങ്ങൾ ചിലപ്പം ഹയറായി പറഞ്ഞു എന്നതായിരിക്കാം, നിങ്ങൾ ഒച്ച വെച്ചു എന്നതായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതല്ല ചിലപ്പോൾ നിങ്ങൾ അവിടെ പോയി പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ രീതിയിലല്ല നിങ്ങളുടെ പേഴ്സൺ എടുത്തത്. അങ്ങനെയൊക്കെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് വരാം. അവരെന്താണ് മറ്റുള്ളവരോട് പറയുന്നത്? ഓക്കെ, കാർഡ്സ് വീണു. ഓക്കെ. സത്യം പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം പോസിറ്റീവും അബണ്ടൻറ്റുമായിട്ടുള്ള ഒരാളാണ്. എടാ, മേ ബി നിങ്ങൾ ക്രഷ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ലവർ എനർജിയിലായിരിക്കാം, മേ ബി ഒരു റിലേറ്റീവ് എനർജി ആയിരിക്കാം. സത്യം പറഞ്ഞാൽ അവർ മറ്റുള്ളവരോട് പറയുന്നത്, അന്ന് ഞാൻ കുറച്ചൊരു വേറെ രീതിയിൽ പെരുമാറിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കഥ വേറെ ആയേനെ, ചിലപ്പോൾ ഈ കഥ കുറച്ചും കൂടി മെച്ചപ്പെട്ടേനെ. സത്യം പറഞ്ഞാൽ എനിക്കിതിനകത്ത് ഒരു റെഗ്രറ്റ് എനർജി മനസ്സിലാവുന്നുണ്ട്. കാരണം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ സെപ്പറേഷൻ, അല്ലെങ്കിൽ ഡിസ്റ്റൻസിലേക്ക് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് എന്താണ് നഷ്ടപ്പെട്ടത് എന്ന്. സത്യം പറഞ്ഞ ഒരു ക്രഷ് എനർജി, ഒരു അട്രാക്ഷൻ, ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവർ ഒരു കളിയായിട്ടായിരിക്കാം ഗൈസ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവുക, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പിന്നെ നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ അപ്രോച്ച്, നിങ്ങൾ എടുക്കുന്ന രീതി, ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് മേ ബി അവർ, നമ്മൾ പറയില്ലേ ഈ കൂടിപ്പോകുമ്പോൾ തലയുയർത്തും എന്ന് പറയില്ലേ, ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിലേക്ക് അവർ മാറിയിട്ടുണ്ടായിരിക്കാം. അതായത് തനിക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്നേഹം വിളമ്പിയപ്പോൾ എന്താണ് എന്നറിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയതുപോലെയൊക്കെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ആയിപ്പോയി. സത്യം പറഞ്ഞാൽ ഈ ഒരു പേഴ്സണ് നിങ്ങളിപ്പോൾ അവർ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കർമ്മ അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ ഒരു റെഗ്രറ്റ് എനർജി കാണുന്നത്. അവർക്ക് തന്നെ അറിയാം, ഇപ്പം ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ പോലും അതിനെ പറഞ്ഞ് ശരിയാക്കുന്ന ഒരു എനർജിയിലാണ് ഇവർ നിൽക്കുന്നത്. കാരണം കണ്ടോ, കിങ് ഓഫ് പെൻറ്റക്കിൾസും ക്യൂൻ ഓഫ് വാൺസും. അതായത് എൻ്റെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കിയ വ്യക്തി അതാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ വ്യക്തി കാരണമാണ്. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ആരായിരിക്കുന്നു, എനിക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ചയോ അല്ലെങ്കിൽ എന്തായിരിക്കുന്നു, അതിന് റീസൺ നിങ്ങളാണ് എന്നാണ് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ എനിക്കിവിടെ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോടിപ്പോൾ ഈ പേഴ്സൺ കോണ്ടാക്റ്റിലാണെങ്കിൽ അത്രയും സന്തോഷം. പക്ഷെ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ പോലും ഈ പേഴ്സൺ, നമ്മൾ പറയില്ലേ, എന്നും രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആദ്യം ഓർക്കുന്നത് ആരെയാണോ അവരോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന്. അപ്പോൾ നിങ്ങളെയാണ് ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പരിധിവരെ ദൈവത്തെക്കാൾ കൂടുതൽ നന്ദി പറയുന്നതും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതും നിങ്ങളോടാണ്. കാരണം എങ്ങനെയോ കിടന്ന അവരുടെ ലൈഫിൻ്റെ ചാപ്റ്റർ നല്ല രീതിയിൽ എഴുതി മാറ്റി ഈ ഒരു ദിശയിലേക്ക് തിരിച്ചു വിട്ടൊരു വ്യക്തി നിങ്ങളാണ്.
അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ഈ റിലേഷൻഷിപ്പ് കൊണ്ട് അവർക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ദോഷമോ സാക്രിഫൈസോ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം, പക്ഷെ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പരിപൂർണ്ണ സന്തുഷ്ടരായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ കൂടി പോകുമ്പോൾ നമ്മുടെ കണ്ണ് ബ്ലൈൻഡായി പോകുമ്പോൾ കാണാതാവും എന്ന് പറയില്ലേ, ആ ഒരു എനർജിയിൽ അവർ നിന്നത് കൊണ്ടാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത് പല കാര്യങ്ങളും എന്നൊരു റെഗ്രറ്റ് എനർജിയിൽ നിൽക്കുന്നുണ്ട്. ആൻഡ് പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ കണക്ഷൻ വളരെ ഓക്കെ ആണ് എങ്കിൽ ഗൈസ് നിങ്ങൾ ഒത്തിരി അങ്ങോട്ട് വിളമ്പാതിരിക്കുക, കുറച്ചൊക്കെ അവരെ മിസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. കാരണം ഇല്ലെങ്കിൽ മേ ബി ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു എനർജിയിലേക്ക് പോയേക്കാം. പക്ഷെ നിങ്ങളെക്കുറിച്ച് ഒരു നെഗറ്റീവ് പോലും ഈ പേഴ്സൺ പറയുന്നില്ല. അപ്പോൾ അത്രത്തോളം ഒരു ബ്യൂട്ടിഫുൾ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതായത് ആ ഒരു റിലേഷൻഷിപ്പിൽ ആ പേഴ്സൺ പെയിൻ കൊടുത്തിട്ടും നിങ്ങളത് സഫർ ചെയ്തിട്ട് വീണ്ടും ആ വ്യക്തിയെ സ്നേഹിച്ചത് കൊണ്ടായിരിക്കാം മറ്റൊരാളോട് പോലും നിങ്ങളെക്കുറിച്ച് ദോഷം പറയുന്നില്ല. എവിടെയാണെങ്കിലും സന്തോഷമായിരിക്കട്ടെ, എവിടെയാണെങ്കിലും എനിക്ക് കിട്ടാതെ പോയതാണ്, പക്ഷെ മറ്റൊരാളുടെ കയ്യിൽ ഇരുന്നാലും അത് അവിടെ ഇരുന്ന് തിളങ്ങുന്നൊരു വജ്രമാണ് എന്നൊരു എനർജിയാണ് നിങ്ങൾക്ക് അവർ കൊടുക്കുന്നത്. മറ്റുള്ളവരോട് അവർ അതാണ് പറയാൻ താല്പര്യപ്പെടുന്നത്. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അമ്മയാകേണ്ടടുത്ത് അമ്മ, കുട്ടി ആവേണ്ടടുത്ത് കുട്ടി, ഭാര്യ ആവേണ്ടടുത്ത് ഭാര്യ, ഭർത്താവ് ആവേണ്ടടുത്ത് ഭർത്താവ്, അച്ഛനാവേണ്ടടുത്ത് അച്ഛൻ, ഇങ്ങനെ എല്ലാ ആസ്പെക്റ്റും, സഹോദരനാവേണ്ടടുത്ത് സഹോദരൻ, ഫ്രണ്ട് ആവേണ്ടടുത്ത് ഫ്രണ്ട്, അങ്ങനെ എല്ലാ ആസ്പെക്റ്റും എല്ലാ റോളും പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റൊരു വ്യക്തി, ആ വ്യക്തിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കണ്ടോ, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ക്യൂൻ ഓഫ് വാണ്ട്സ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഓരോ കടമയിലും, ഓരോ കാര്യത്തിലും, നിങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ ചെറിയ കാര്യത്തിലും ഈ പേഴ്സൺ കടപ്പെട്ടിരിക്കുന്നു എന്നൊരു എനർജിയാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ ഈ പേഴ്സൺ ഇത്രത്തോളം നിങ്ങളെക്കുറിച്ച് പോസിറ്റിവിറ്റി പറഞ്ഞു. ഇവരുടെ ഉള്ളിൽ എന്താണ്, ഇവരെന്തെങ്കിലും നിങ്ങളോട് മറച്ചു വെക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഫൂൾ എനർജി. നിങ്ങളെ എൻ്റെ അഭിപ്രായത്തിൽ അവർ ഒരിക്കലും മറക്കില്ല, അല്ലെങ്കിൽ ഒരിക്കലും മറന്നിട്ടില്ല, ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. ദിവസം മുഴുവൻ നിങ്ങളെ ഓർക്കുന്നുണ്ട് അവര്, പക്ഷെ ചില സമയങ്ങളിൽ ഒരുപാട് അങ്ങ് ഓർക്കുന്നുണ്ട്, ഒരുപാട് ഇമോഷൻസ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ, ഒരു സ്ഥലം കാണുമ്പോൾ, ഒരു പേര് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ നേരെ നിങ്ങളിലേക്ക് ഓടിയെത്താണ് അവരുടെ സോള്. അതുകൊണ്ട് ആണ് എന്തൊരു കാര്യം എടുത്താലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്താ പറയുക, അവർക്ക് എത്തിച്ചേരാൻ സാധിക്കും. അല്ലെങ്കിൽ അറ്റ് ദ എൻഡിൽ നിങ്ങളിലാണ് ആ ഒരു കൺക്ലൂഷൻ വരുന്നത്. എന്താ പറയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രത്തോളം ഒരു ഇമോഷൻസ് നിറഞ്ഞ ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അത്രത്തോളം പാടാണ്, അത്രത്തോളം ഡിഫിക്കൽട്ടാണ്, അത്രത്തോളം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ ഈ വ്യക്തി പരാജയപ്പെട്ടു പോയിട്ടുണ്ട് പലപ്പോഴും. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ശക്തമായ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നത്, രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പം പോലും അവർ ചിന്തിക്കുന്നു, അവർ ചോദിക്കുന്നു, ഇപ്പോൾ അവൾ അല്ലെങ്കിൽ അവൻ സന്തോഷമായിരിക്കുന്നുണ്ടോ, അവർ ഓക്കെ ആയിരിക്കുമോ, ഇപ്പം എന്തായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക, ഒന്ന് വിളിച്ചാലോ. അവർക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ ഏറെയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു കണക്ഷൻ നിങ്ങൾ മൂവ് ഓൺ ചെയ്തോ, ആരെങ്കിലും പുതിയതായി വന്നോ, നിങ്ങളിപ്പോൾ അവരെ ഓർക്കുന്നുണ്ടോ, ഇത്തരം ചോദ്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് കടന്നു പോകുന്നു. ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ, കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് നിങ്ങളുള്ളതെങ്കിൽ എൻ്റേതാണ്, എനിക്ക് വളരെയധികം ബാലൻസ് തരുന്ന ഒന്നാണ്. ഇച്ചിരി ഒരു ദേഷ്യവും വാശിയും ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ നല്ലതിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന, പിന്നിൽ നിന്ന് എന്നെ കുത്താത്ത, എനിക്ക് ഒത്തിരി പ്രതീക്ഷകൾ തരുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് കാണിക്കുന്നത്. സ്റ്റാർ കാർഡാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി പ്രതീക്ഷകൾ തരുന്ന, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് എന്നൊരു എനർജിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് നിങ്ങളെ പ്രകീർത്തിക്കാനാണ് അവർ പലപ്പോഴും ശ്രമിക്കുന്നത്. ഞാൻ അവളെ അല്ലെങ്കിൽ അവനെ പോലെ ഒരാൾ ഇതുവരെ കണ്ടിട്ടില്ല, അവരുടെ ആ ഒരു സ്നേഹം എനിക്ക് ജീവിതകാലം മുഴുവൻ അനുഭവിക്കാൻ വിധി ഉണ്ടായാൽ മതിയായിരുന്നു, പക്ഷേ എനിക്കൊപ്പം
എനിക്കൊപ്പം അവർക്ക് നിൽക്കാൻ സാധിക്കുമോ എന്ന് അറിയില്ല. ഞാൻ മാത്രം അവരെ ഇഷ്ടപ്പെട്ടാൽ പോരെ, എൻ്റെ സ്വഭാവം അവരും കൂടി അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. എനിക്ക് വളരെ അഡ്മിറേഷൻ ഉണ്ട്, വളരെ എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്, എല്ലാം ഉള്ള ഒരു എനർജിയിലാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ചാപ്റ്റർ ആയിരിക്കാം. ആ ഒരു ചാപ്റ്റർ എങ്കിലും എനിക്ക് ആകാൻ പറ്റിയതും എൻ്റെ ജീവിതത്തിലെ ഈ നല്ല നല്ല പാഠങ്ങളും നല്ല നല്ല വശങ്ങളും മനസ്സിലാക്കാൻ പറ്റിയതിലും ഞാൻ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. കാരണം നിങ്ങളെപ്പോലൊരു വ്യക്തി ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ബാലൻസ്, കുടുംബത്തിൻ്റെ ഇമ്പോർട്ടൻസ്, ജോലിയുടെ ഇമ്പോർട്ടൻസ്, കാശിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും അറിയില്ല. ഒരു പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ഒരു തവളയുടെ അവസ്ഥയിൽ തന്നെ ഇരുന്നേനെ. നിങ്ങളാണ് അതിൽ നിന്ന് അവർ ഉയർത്തിക്കൊണ്ടുവന്നതും ലോകം കാണിച്ചതും. അവർക്ക് തീരെ ഒന്നും അറിയില്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഒരു ഇരുട്ടിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള ലോകം ഇത്രയേ ഉള്ളൂ എന്നൊരു എനർജിയിൽ ജീവിച്ചിരുന്ന അവിടെ നിന്ന് അവരെ വലിച്ച് പുറത്തിട്ട് അവരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചൊരു എനർജിയാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റം അവരെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ അവരെ പെട്ടെന്ന് വികാരഭരിതരാക്കുന്നുണ്ട്. വിഷമം കൊണ്ട് ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് അവരെ കൊണ്ടുപോകുന്നുണ്ട്. പെട്ടെന്ന് ഇമ്പൾസീവ് ആയിട്ടുള്ള ആക്ഷൻസ് ഇവർ എടുക്കുന്നുണ്ട്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവർ നിങ്ങളെ സമീപിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലാണ്. കോണ്ടാക്ട് ചെയ്യണമോ മിസ് ചെയ്യുന്നത് നിങ്ങളോട് പറയണമോ വേണ്ടയോ എന്നൊരു എനർജിയിലാണ്. ഫിയർ, ഈഗോ, സാഹചര്യം, ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഹെസിറ്റേഷൻ ഒക്കെയാണ് ഇതിനകത്ത് കാണുന്നത്. അതിനാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ എനർജി, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ എനർജി, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ എനർജി ഹാങ്ഡ് മാൻ എനർജിയിലാണ് കിടക്കുന്നത്. സ്റ്റാഗ്നന്റ് എനർജി, അതായത് കയ്യും കാലും ഉപയോഗിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഒന്നും ചെയ്യാതെ തലകീഴായി നോക്കി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പോസിറ്റീവായിട്ടുള്ള കണക്ഷൻ ആണെങ്കിൽ വളരെ നല്ലതാണ്. ആ പേഴ്സൺ നിങ്ങൾ നിരീക്ഷിക്കുകയാണ്, അതോടൊപ്പം തന്നെ ആ പേഴ്സൺ ഗ്രാറ്റിറ്റ്യൂഡും അറിയിക്കുന്നു. മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതോടൊപ്പം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറണം എന്നുള്ളൊരു ആഗ്രഹം അവരുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത ആഴ്ചകളിലോ മാസങ്ങളിലോ ഈ വ്യക്തിയിൽ നിന്നൊരു ഇൻഡയറക്റ്റ് സൈനോ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റിയോ മെസ്സേജോ അല്ലെങ്കിൽ ചെറുതായ ഒരു കമ്മ്യൂണിക്കേഷനോ കാണുന്നുണ്ട്. എല്ലാവർക്കും എനിക്കിവിടെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് കാണുന്നില്ല, പക്ഷെ സോളിൽ നിങ്ങൾ ഇപ്പോഴും കണക്റ്റഡ് തന്നെയാണെന്ന് മനസ്സിലാവുന്നു. പക്ഷെ എനർജി വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് ഉയരുന്നു, നിങ്ങളത് മിസ് ചെയ്യുന്നുണ്ട് എന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഒരു യൂണിവേഴ്സൽ മെസ്സേജിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ കൂടി എടുക്കാം. ഓക്കെ, കിങ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, ദ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ വാല്യൂ ഓർമ്മിപ്പിക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. നിങ്ങൾ ആരുടെയും ജീവിതത്തിൽ ഒരു ചാപ്റ്റർ അല്ല, അടച്ചു വെക്കാനാകാത്ത ഒരു പുസ്തകമാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രകാശം അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറയുന്നില്ല. അവർ ഹെർമിറ്റ് എനർജിയിലാണ് നിൽക്കുന്നത്. അവരുടെ കയ്യിലുള്ള ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളാണ്. അവരുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ പ്രകാശം നിങ്ങളാണ് എന്ന് മറ്റുള്ളവരോട് പറയാൻ അവർ താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും വിലമതിക്കുന്നത് ഒന്നാണെന്നും നിങ്ങളെ നഷ്ടപ്പെടുത്തിയാൽ അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമാണ് എന്നും അവർ മനസ്സിലാക്കുന്നു. ഒരു ദിവസം അവരത് റെക്കഗ്നൈസ് ചെയ്യും പൂർണ്ണമായിട്ട്. നിങ്ങൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള ഹാപ്പി ആയിട്ട് പോകുന്നതാണെങ്കിൽ അവർ അത്രത്തോളം നിങ്ങളെ വിലമതിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങളെ സ്നേഹിതരുടെ അടുത്ത് നിന്ന്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ ഒരു പോസിറ്റിവിറ്റി കാരണം നിങ്ങളുടെ ലൈറ്റ്, നിങ്ങളുടെ ഓറ വളരെ നല്ല രീതിയിൽ വലുതായി പ്രകാശിക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. ഈ ഒരു എനർജി നിങ്ങളിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു അഫർമേഷൻ പറയുക: ഞാൻ സ്നേഹത്തിന് അർഹനാണ്, എന്നെ വിലമതിക്കുന്ന ബന്ധങ്ങളാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന അഫർമേഷൻ നിങ്ങൾ ഒരാഴ്ച പറഞ്ഞു നോക്കൂ. നിങ്ങൾ ഈ കാണാത്ത, ഈ അൺഫോൾഡഡ് ആയി കിടക്കുന്ന ഈ പ്രണയം നിങ്ങളുടെ മുന്നിലേക്ക്, ഈ ഇഷ്ടം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നും കൂടി പറയാം: ഞാൻ സ്നേഹത്തിന് അർഹനാണ്, എന്നെ വിലമതിക്കുന്ന ബന്ധങ്ങളാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇത് നിങ്ങൾ 7 തവണ പറഞ്ഞു നോക്കൂ. 7 ദിവസമോ 21 ദിവസമോ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട്
ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസൊണേറ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ എനർജി ക്ലെയിം ചെയ്യൂ. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഇതിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചെങ്കിൽ ഈ ഒരു വ്യക്തത അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന ആ ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നുമൊക്കെ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നതാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പിന്നിൽ ഇത്രത്തോളം സ്നേഹമുണ്ട്. ആ സ്നേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ സ്നേഹിക്കുന്നവരും നിങ്ങളുടെ ചുറ്റുമുണ്ട്. അത് അൺഫോൾഡ് ചെയ്യാനാണ് ഞാൻ അഫർമേഷൻ പറഞ്ഞത്. അതെന്നും പറഞ്ഞു നോക്കുക. ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്കൊരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് എടുക്കാം. അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് അവൈലബിൾ ആണ്. ടെററ്റ് ക്ലാസ് അവൈലബിൾ ആണ്. ഒത്തിരി ആൾക്കാർ ടെററ്റ് ക്ലാസ് പഠിക്കുന്നുണ്ട്. പുതിയ യൂട്യൂബ് ചാനലുകൾ തുടങ്ങുന്നുണ്ട്. ഒത്തിരി സന്തോഷം. ഇനിയും അങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ഇതുവരെക്കും ബൈ.